വിളപ്പിൽശാലയിൽ ബിസ്മീറിന് സംഭവിച്ച ആ ദുരന്തത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചുരുക്കത്തിൽ സംസാരിക്കുന്നത്. അതായത് 37 വയസ്സുണ്ടായിരുന്ന ബിസ്മീർ ഒരു സ്വിഗ്ഗി ജീവനക്കാരനാണ്. അദ്ദേഹം ഒരു സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിക്കുകയായിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ കണ്ടാൽ ശരിക്കും നമ്മൾ ചോദിച്ചു പോകും, നമ്മുടെ ആരോഗ്യരംഗത്തിനിതെന്ത് പറ്റിയെന്ന്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു കൊടിയ അനാസ്ഥ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. തെരുവ് നായ്ക്കൾ കയറാതിരിക്കാനാണ് അന്ന് രാത്രി ആ ആശുപത്രിയുടെ ഗേറ്റ് പൂട്ടിയിട്ടത്. പുറത്ത് ബിസ്മീർ ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സഹായത്തിനു വേണ്ടി അലറിക്കരയുകയായിരുന്നു. പക്ഷെ ആരും വന്നില്ല. ആംബുലൻസിനു വേണ്ടി കാത്ത 10 മിനിറ്റില്ലേ? അപ്പോൾ ഒരു നെബുലൈസർ അല്ലെങ്കിൽ കുറച്ച് ഓക്സിജൻ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു, അല്ലേ? രണ്ടാമതായി, ഇത് കേരളത്തിന്റെ ആ നമ്പർ 1 ആരോഗ്യ മാതൃകയെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട ഒരു സർക്കാർ ആശുപത്രിയാണല്ലേ? അവിടെ ഒരു രോഗിക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഒരു പ്രാഥമിക ചികിത്സ പോലും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയം തന്നെയല്ലേ? ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ വേഗം മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞുവിട്ടത് ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നോ എന്നൊരു ചോദ്യവും അവിടെ വരുന്നുണ്ട്. അവസാനമായി, നീതിക്ക് വേണ്ടിയുള്ള ഒരു ആവശ്യം വളരെ ശക്തമായി ഉയരുന്നുണ്ട്. കാരണം ഇതൊരു സാധാരണ മരണമായി കാണാൻ പറ്റില്ല. ഇതൊരു സിസ്റ്റം നടത്തിയ കൊലപാതകമാണെന്നാണ് പലരും പറയുന്നത്. അപ്പോ വെറുമൊരു അന്വേഷണം നടത്തിയാൽ മതിയോ? അനാസ്ഥ കാണിച്ചവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഇനിയൊരു ബിസ്മീർ ഉണ്ടാവാതിരിക്കാൻ ശക്തമായ നടപടി വേണം. ഇതാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. അതായത്, ഒരു പൂട്ടിയ ഗേറ്റ് ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തപ്പോൾ അത് തുറന്നു കാട്ടുന്നത് നമ്മുടെ ആരോഗ്യ കേരളം എന്ന അഭിമാനത്തിൽ വീണ ആഴത്തിലുള്ള ഒരു മുറിവ് തന്നെയാണ്.